അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാനിലെ 29-ാം രാവാണ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവ് 27-ാം രാവ് പോലെ തന്നെ 25-ാം രാവിൽ നമ്മൾ ചെയ്ത അമലുകൾ, 21-ാം രാവിൽ നമ്മൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, അതുപോലെ ഖുർആനിലെ ആയത്തുകളൊക്കെ ഇന്നത്തെ രാവിലും നിങ്ങൾ ഓതണം, ചൊല്ലണം. എന്നിട്ട് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞോട് ദുആ ചെയ്യണം. ഒരുപാട് തവണ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കുക. നമ്മളെ വീട്ടിൽ മക്കളൊക്കെ ചേർത്തിട്ട് ളുഹ്റായിട്ടും അസറായിട്ടും മഗ്‌രിബായിട്ടൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഒറ്റയ്ക്ക് നിസ്കരിക്കാണ്ട് മക്കളൊക്കെ കൂട്ടി, അല്ലെങ്കിൽ ഭർത്താവ് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ആയിട്ടോ, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ ഉമ്മൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നോക്കട്ടോ. ഒരുപാട് കൂലിയുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ ആ കൂലി നഷ്ടപ്പെടുത്തണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ രാവിൽ ഒരുപാട് അള്ളാഹുവിലേക്ക് നമ്മളൊക്കെ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളല്ലേ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ കൂടുതൽ പേരും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടും ടെൻഷനുകളായിട്ടുമാണ് ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലാണ്ട് അള്ളാഹ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് കാണിച്ചു തരും. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ, വീടില്ലാണ്ട് ബുദ്ധിമുട്ട് സഹിക്കുന്ന, വാടക കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്നലെ ഒരു ഉമ്മ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്സപ്പ് ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഞാൻ വാട്സപ്പ് ഒന്നും നോക്കിയിട്ടില്ല. കുറച്ച് തിരക്കായതുകൊണ്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പം ആ ഒരു കാരണം കൊണ്ട് വാട്സപ്പിൽ പറഞ്ഞത് നോക്കാഞ്ഞിട്ട് ആ ഉമ്മ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിലായിട്ട് കോൾ ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ആ ഉമ്മയും ഉപ്പയും ഒറ്റക്കാണ് വീട്ടിലുള്ളത്. വാടക വീട്ടിലാണ്. 6 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഒരു വഴിയുമില്ല. വീട് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കിട്ടാൻ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒക്കെ പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ടാവും ഉമ്മ. അങ്ങനെ പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ്. അള്ളാഹു അവരുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷൻ കണ്ടിട്ട് എന്ത് പ്രയാസത്തിനാണ് ഓരോരുത്തരും വിഷമം അനുഭവിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ, ആ പ്രയാസങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വേണ്ടത് ഇന്നത്തെ രാവിലൊക്കെ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ആ കരച്ചിൽ, എന്നോട് ഒരുപാട് ഉമ്മാർ പൊട്ടിക്കരഞ്ഞോട് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ മനസ്സ് തട്ടുന്ന പൊട്ടിക്കരച്ചിൽ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് ദുആ ചെയ്യുക. അള്ളാഹ് ദുആ കേൾക്കും, ഒരു സംശയവും വേണ്ട. ഒരുപാട് തവണ ചിലപ്പോൾ നിങ്ങൾ കുറേ പൊട്ടിക്കരഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് തവണ കരഞ്ഞോണ്ട് തന്നെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞോണ്ടൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹ് അവരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ ദുആ അള്ളാഹ് കേൾക്കാത്തത്. അള്ളാഹിനോട് നമ്മളിങ്ങനെ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ വിഷമം നിന്ന് പരീക്ഷിക്കുന്നതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ടാണ്. അല്ലാണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ടല്ല ടെൻഷനും ബുദ്ധിമുട്ടും. നമ്മളൊക്കെ പറയാറില്ലേ, എന്നും എനിക്ക് പ്രയാസം ബുദ്ധിമുട്ടാണ്, എൻ്റെ കൂടെ പഠിച്ച അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, അവർക്കൊക്കെ നല്ല സുഖമാണ്, നല്ല വീടുണ്ട്, വാഹനമുണ്ട്, അത്യാവശ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നുമില്ല. ഒക്കെ നമ്മൾ മനസ്സിലൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ആലോചിക്കുക. അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരും. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് ആകെ തളർന്നിരിക്കുന്ന ആ സമയത്ത് അള്ളാഹ് നിങ്ങളെ കൈപിടിക്കും, ഉറപ്പാണ്. അതിനെന്ത് വേണം? അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് നമ്മൾ അമൽ ചെയ്യണം. ഇന്നത്തെ രാവൊക്കെ 27-ാം രാവിലൊക്കെ നമ്മൾ ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ, പൊട്ടിക്കരഞ്ഞോട് ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലേ. കഴിയുന്നിടത്തോളം 3 മണി 4 മണിയാവുന്നത് വരെ ഉറക്കമൊഴിഞ്ഞിരുന്ന് നമ്മൾ ഉസ്താദുമാരെ ലൈവ് ക്ലാസ്സിലൊക്കെ കേട്ട് അവരുടെ കൂടെ ചൊല്ലി പറഞ്ഞ് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് അല്ലേ. എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ രാവിലും ഉണ്ടാവും നമ്മൾ
യൂട്യൂബിലൊക്കെ ഒരുപാട് ഉസ്താദുമാർ ലൈവായിട്ട് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ വീഡിയോ ആയിട്ട് ഇടുന്നവരുണ്ട്, ലൈവായിട്ട് തന്നെ. അതിലൊക്കെ കയറിയിട്ട് നമ്മൾ അതുപോലെ അവർ ചെയ്യുന്നത് പോലെ, അവർ പറയുന്നത് പോലെയൊക്കെ ചെല്ലുക. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഈ കൂട്ടത്തിലാവുന്ന സമയത്ത് അതുണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ രാവ് നേരം പുലരുവോളം നമുക്ക് ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ചെറിയൊരായത്താണ്, നമ്മുടെ ഖുർആനിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ഒരു കുഞ്ഞായത്താണ്. ഈ കുഞ്ഞായത്ത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞായത്ത് നമ്മൾ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ല തട്ടിക്കളയില്ല എന്നാണ്. ഈ ദുആ നിങ്ങൾ പറഞ്ഞിട്ട് ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് എന്താണോ നിങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തട്ടിക്കൊണ്ട്, നിങ്ങളെ മനസ്സ് നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരും. അത്രക്കും പവറായിട്ടുള്ള ഒരു ആയത്താണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയത്ത് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. എത്ര തവണയാണ് ഇത് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ഇതിൽ പറയാം കേട്ടോ. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട 29-ാം രാവാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതേണ്ട ഒരായത്താണിത്. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം. നല്ല പരിചയമല്ലേ? സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം. യാസീൻ സൂറത്തിലുള്ള ഒരു ചെറിയ കുഞ്ഞായത്താണ് എന്ന് കരുതിയിട്ട് ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ഒരായത്ത് ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് കേൾക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. എന്തൊരു പ്രയാസവും അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ഒരു ദുആ, ആ ഒരു പ്രയാസം അല്ലാഹ് തട്ടിക്കളയില്ല. വുളുവോടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വുളു എടുക്കുക. വുളു എടുത്ത് വന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തട്ടിക്കൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട്, എന്ത് വിശ്വാസം? അള്ളാഹ് കേൾക്കും, എൻ്റെ ദുആ അള്ളാഹ് തട്ടിക്കളയില്ല, ഉറപ്പാണ്. ഈ ദുആ ഞാൻ എന്തൊക്കെ കാര്യമാണ് അള്ളാഹുവിനോട് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് സാധിച്ചു തരും എന്ന വിശ്വാസം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 129 തവണയാണ് ചൊല്ലേണ്ടത്. 129 തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് വുളുവോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. മെൻസസ്സുള്ള സ്ത്രീകൾക്ക് ഇത് ഓതാൻ പറ്റില്ല. കാരണം ഖുർആനിലുള്ള ആയത്താണ്. നിങ്ങൾ സ്വലാത്തായിട്ട് ഇന്നത്തെ രാവിലെ ചൊല്ലിക്കോളി. സ്വലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിയത്ത് സ്വലാത്തോ ദിക്റുകളോ, ഒരുപാട് ദിക്റ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ ദിക്റുകൾ ഞാൻ ചൊല്ലുന്നുണ്ട്. ആ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ ചൊല്ലാട്ടോ. എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്യുക. ഒരുപാട് തവണ നിങ്ങൾ ദുആ ചെയ്യുക. ഒരുപാട് ഉമ്മമാർ കരുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞതാണ്, മെൻസസ്സുള്ള സമയത്ത് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പോലും പറ്റില്ല എന്നൊക്കെയാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ദുആ ചെയ്യുക, ദിക്റ് ചെല്ലുക, സ്വലാത്തൊക്കെ ചെല്ലുക. അപ്പോൾ ഈ ഒരു ആയത്ത് സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 129 തവണ എങ്ങനെയാണ് ചെല്ലേണ്ടത്? ഞാൻ ഏത് ദിക്റും ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് പറയാറില്ലേ, എവിടെയെങ്കിലും വുളുവോട് കൂടി വന്നിട്ട് അള്ളാഹിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് സങ്കടങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞതിന് ശേഷമായിട്ട് ഒരു തസ്ബീഹ് മാല എന്തെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൗണ്ടറോ, നിങ്ങൾ ചെല്ലുന്ന രീതി എങ്ങനെയാണോ ആ ഒരു രീതിയിലായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ആരോടും സംസാരിക്കാണ്ട് അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹിൻ്റെ ഖുർആനിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എന്നൊരു ബോധത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഈ ആയത്ത് 129 തവണ ഓതി തീർക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ടും നിങ്ങൾ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന കാര്യം എന്താണ്, ആ കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹ് തട്ടിക്കളയില്ല ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. അതിൻ്റെ ശേഷമായിട്ട് മനസ്സ് തട്ടി നല്ല വിശ്വാസം വെച്ച് അള്ളാഹിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട്, റബ്ബേ നീ അല്ലാതെ എനിക്കാരുമില്ല, നീ എന്നെ കൈവിടല്ലേ അല്ലാ,
എൻ്റെ ദുആ നീ കേൾക്കണേ അല്ലാ എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ദുആ ചെയ്തോളി. ആ ദുആ അള്ളാഹ് കേൾക്കും. നിങ്ങളെ കാര്യം അള്ളാഹ് സലാമത്തിലാക്കി തരും. ഒരു ടെൻഷനും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കുറച്ച് ദിക്റും സലാത്തും ഒക്കെ ചെല്ലട്ടോ. അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഞാനിപ്പോൾ ഇങ്ങനെ ദിക്റും ദുആയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇത്താൻ്റെ കൂടെ ദിക്റ് ചൊല്ലിയിട്ട് ഒരുപാട് സമാധാനമുണ്ട്, ഇത്ത എന്നും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എന്നും ഇങ്ങനെ ഓതാനോ ചെല്ലാനോ ഒക്കെ കഴിയുമെന്നറിയില്ല. കഴിയുന്നിടത്തോളം ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഇലാ ഹളറത്തി റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഷെയ്ഖുനാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. റിഫായി ഷെയ്ഖ് തങ്ങളെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഷെയ്ഖുനാ ഷെയ്ഖ് മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل. لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളെ പടച്ച റഹ്മാനായ റബ്ബേ, റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നോറ്റ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നോറ്റ നോമ്പ് നീ സ്വീകരിക്കല്ല. ഞങ്ങൾ ചെയ്ത ഇബാദത്ത് നീ സ്വീകരിക്കല്ല. ഞങ്ങൾ ഓതിയ ഖുർആൻ പാരായണം നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, പട്ടിണി കിടന്നത് നീ വെറുതെ ആക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നോമ്പിൻ്റെ പ്രതിഫലം നീ മറ്റുള്ളവർക്ക് നീ എടുത്തു കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് സ്വർഗത്തിനാക്കി തരണേ അല്ലാ. റഹ്മാനെ, റമളാൻ ഞങ്ങൾക്ക് സ്വർഗത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാ. നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് പിന്നെ പ്രതീക്ഷയില്ല റഹ്മാനെ.
റബ്ബേ, പല കാരണം കൊണ്ടും പല പ്രയാസം കൊണ്ടും മനസ്സ് വേദനിക്കുന്നവരാണ് ഞങ്ങൾ റഹ്മാനെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിഷമമാണ്, പ്രയാസമാണ് റഹ്മാനെ. നീ വലിയവനല്ലേ അല്ലാ, നിനക്കറിയാലോ റഹ്മാനെ എല്ലാം. റബ്ബേ, ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബേ. റബ്ബേ, ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. നീ വലിയവനാണല്ലോ അല്ലാ റഹ്മാനെ. കടങ്ങൾ വിചാരിക്കാത്ത ഹലാലായിട്ടുള്ളൊരു വഴിക്ക് ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊണ്ട് അല്ലാ റഹ്മാനെ. ഇന്ന് 29-ാം രാവാണല്ലോ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ റഹ്മാനെ. ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കല്ലാ. റബ്ബേ, ഞങ്ങൾ ചെയ്ത അമല് നീ സ്വീകരിക്കല്ലാ റഹ്മാനെ. ഇന്ന് ദുനിയാവുന്നു നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ലാ. റബ്ബേ, മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് റഹ്മാനെ പലരുമുള്ളത് റഹ്മാനെ. ദുആ ചെയ്യണം ഇത്ത എന്ന് എപ്പോഴും പറയുന്ന ഉമ്മമാർ, സഹോദരിമാർ റബ്ബേ, അവരെയൊക്കെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് വിഷമമാണ് ഉള്ളത് നിനക്കറിയാലോ റഹ്മാനെ. എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല റഹ്മാനെ. മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചു കൊടുക്കല്ല. നിനക്ക് കഴിയുമല്ലോ അല്ലാ. ഒരു മിനിറ്റ് വേണ്ടല്ലോ അല്ലാ നീ വിചാരിച്ചാൽ റഹ്മാനെ. റബ്ബേ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ റഹ്മാനെ. മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് റഹ്മാനെ. പലവിധ വിഷമങ്ങളും കൊണ്ട് നീ കാണുന്നവരെന്നെ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ. റബ്ബേ, എല്ലാം നീ സലാമത്തിലാക്കി തരണേ അല്ലാ. സമാധാനമുള്ള ജീവിതം തരണേ അല്ലാ. റമളാൻ ഞങ്ങളിൽ നിന്നും വിട പറയുന്ന സമയത്ത് ഞങ്ങളെ മനസ്സിന് സമാധാനമാക്കി തരണേ, സന്തോഷമാക്കി തരണേ. എന്ത് കാര്യത്തിനാണ് മനസ്സ് വിഷമിക്കുന്നത് ആ ഒരു വിഷമം തീർത്ത് സന്തോഷമാക്കി തരണേ അല്ലാ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പട്ടിണി കിടന്നത് വെറുതെ ആക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മനസ്സിൽ നല്ല തഖ്വ കൊണ്ട് റഹ്മാനെ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ടല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബർ ജീവിതം സുഖകരമാക്കണേ അല്ലാ. ഖബർ നീരുട്ടറയാക്കല്ലേ അല്ലാ. ഖബർ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിന് സമാധാനമുള്ള ജീവിതം നൽകും, ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യല്ല റബ്ബേ. അവർ മനസ്സിൽ പ്രയാസം, അവരെ പ്രയാസം ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഉമ്മമാരെ മാനസികമായിട്ടുള്ള വിഷമം മാറ്റണേ അല്ലാ. ഞങ്ങളെ ഉപ്പമാരെ മനസ്സിലുള്ള പ്രയാസം നീക്കണേ അല്ലാ. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ അസുഖം നീ ശിഫയാക്കണേ അല്ലാ റഹ്മാനെ. അവർക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ സമാധാനവും സന്തോഷവും നൽകി. ഞങ്ങൾക്കും അവരോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിച്ച് ഞങ്ങളെ മാതാപിതാക്കളോടൊപ്പം, ഞങ്ങളെ മക്കളോടൊപ്പം, ഞങ്ങളെ ഭർത്താക്കന്മാരെ, ഞങ്ങളെ കുടുംബക്കാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബേ, എൻ്റെ ഉപ്പ ഖബറിലാണ് റഹ്മാനായ റബ്ബേ. റബ്ബേ, എൻ്റെ ഉപ്പനെ കണ്ട് കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. റബ്ബേ, എൻ്റെ ഉപ്പക്ക് അവിടെ സ്വർഗം നീ കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. എൻ്റെ ഉപ്പക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ റഹ്മാനെ. സുഖമായിട്ടുള്ള ജീവിതം, ഖബർ ജീവിതം കൊടുക്കണേ അല്ലാ. റബ്ബേ, എൻ്റെ ആങ്ങളെ ഖബറിലാണ് റഹ്മാനെ. അവൻ്റെ ഖബറിന് സ്വർഗം നൽകണേ അല്ലാ. അവൻ്റെ ഖബറിന് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്ക് ജീവിച്ച് കൊതി തീരാതെ മരണപ്പെട്ടതാണ് എൻ്റെ ആങ്ങള റഹ്മാനെ. അവന് നീ സ്വർഗം അവിടെ കൊടുക്കണേ അല്ലാ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ലാ. ഞങ്ങൾ ഓരോ ദിക്റും സ്വലാത്തും നീയത്താക്കി നിന്നിലേക്ക് ചെല്ലുന്നുണ്ട് റഹ്മാനെ. അതിനുള്ള ഉത്തരം നീ കാണിച്ചു തരണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ നോറ്റ നോമ്പ് സ്വീകരിക്കണേ. ഞങ്ങൾ ചെയ്ത അമലുകൾ സ്വീകരിക്കണേ. ഞങ്ങൾ ചൊല്ലിയ ദിക്ർ സ്വീകരിക്കണേ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് സ്വീകരിക്കണേ. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ധർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളെ റഹ്മാനായ റബ്ബേ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ലാ.
റബ്ബേ ദുആ നീ തട്ടിക്കളയല്ലേ അല്ലാ, ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ വസിയത്തോടെ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ, ആരും മറന്നു പോകരുത്. നമുക്കറിയില്ല നമ്മുടെ കൂട്ടത്തിൽ ആരുടെ ദുആ ആണല്ലോ സ്വീകരിക്കുക എന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിർബന്ധമായിട്ടും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. ആരും മറന്നു പോകരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട്. നിങ്ങൾ ഓരോരുത്തരും എഴുതി വിടുന്ന കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. വാട്സപ്പിലൂടെ വിടുന്ന വോയിസ് ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് നോക്കിയിട്ടില്ല, കാരണം കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ലത് തരട്ടെ. ആമീൻ.